ഹലോ കൂട്ടുകാരെ, നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് ഫുഡെല്ലാം കഴിച്ച് ഈവനിങ് നേരെ പോകുന്നത് ട്രക്കിങ്ങിലേക്കാണ്. നമ്മളെ വലിയ വലിയ പാറക്കെട്ടിന് മുകളിൽ കൂടെയൊക്കെയുള്ള യാത്രയാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ചന്ദനക്കാട് കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് നമുക്ക് മാനെല്ലാം കാണാൻ പറ്റി. ഇടയ്ക്ക് ആനയൊക്കെ കാണാറുണ്ട് എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ട് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ജീപ്പിലേക്ക് കയറി നമ്മൾ നേരെ പോവുകയാണ്. ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അതിലെയുള്ള റൂട്ടിലെ നമ്മളെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നേ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇതാ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നേ കാണാനായിട്ട്. അവിടെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴും എന്താ പറയുക, പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെ പാലൊഴുകി വരുന്ന ആ ഒരു രീതി എനിക്ക് തോന്നിയത്. അത്രയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് നേരം നിന്ന് ഫോട്ടോസൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. നമ്മൾ ഒരു ഇരുടാവുന്നുണ്ടായിരുന്നു, എന്നാലും പ്രശ്നമല്ല. നമ്മൾ ഒരുപാട് സമയം നിന്നിട്ടില്ലെങ്കിലും നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. അപ്പോൾ സ്ട്രോബെറി ഒരുപാടൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം ചെറുതായിട്ട് വളർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അവിടെ തന്നെ അവരെ സ്ട്രോബെറി കൊണ്ടുള്ള എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ചോക്ലേറ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മളെ ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് ഏറുമാടുണ്ട് അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഏറുമാടം കണ്ടപ്പോൾ എന്താണ് അതിൻ്റെ മുകളിൽ നിന്നറിയാൻ വേണ്ടി വേഗം ഓടിക്കേറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് പോകാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു, ഓടിക്കേറിയ പോലെ ആയിരുന്നില്ല. എന്നാലും അവിടെയൊക്കെ അടിച്ച് പൊളിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ബസ് നിർത്തിയ സ്ഥലത്തേക്കാണ്. കാരണം നമുക്ക് അവിടെ കുറച്ച് ക്യാമ്പ് ഫയർ ഉണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഓരോരുത്തരും വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല. ചോക്ലേറ്റ് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മസാല ചായപ്പൊടി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ വന്ന് ക്യാമ്പ് ഫയറിലേക്കാണ്. എല്ലാവരും മടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ കയറി അങ്ങോട്ട് ഇറങ്ങി, കാരണം ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക എന്നതാണല്ലോ നമുക്കുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് അടിച്ച് പൊളിച്ച് നമ്മളങ്ങോട്ട് ഡാൻസിൽ എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ്റെ ഒരു കറിയായിരുന്നു. നല്ല സോസൊക്കെ ഇട്ടൊരു കറിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല എരിവുണ്ടായിരുന്നേ. അപ്പം ഞാനൊരു ചപ്പാത്തിയും ഒരു പൊറോട്ടയാണ് എടുത്തത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.